പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. എല്ലാ കഴിവും കാണത്തില്ല. ഇപ്പോൾ പാട്ട് പാടുന്നതിലായിരിക്കും ചിലപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. അപ്പോൾ അവർ ആ പാട്ട് പാടുന്ന ഒരു സ്റ്റേജ് കിട്ടുമ്പോഴത്തേക്ക് അവർ പോലും അറിയാതെ ഇങ്ങനൊരു പയ്യൻ മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നു. ഉണ്ട് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. തുമ്പത്തിരുന്നുയരാടും ചെല്ലപ്പങ്കിളി. എന്റെ പാട്ടുകളിൽ പോലും ലിറിക്ക് എന്റെ മനസ്സിൽ നിൽക്കില്ല. ഈ ലിറിക്കൊക്കെ എങ്ങനെ മനസ്സിൽ നിൽക്കുന്ന അമ്മ? അപ്പോൾ അത് ആ പാട്ട് പാടി കഴിഞ്ഞ് അവൻ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നെ വേറെ ആളായി. നിഗൂഢതയുടെ ഒരു കൂടാണ് മനുഷ്യൻ. നിഗൂഢതയുടെ ഒരു കൂടാരമാണ് മനുഷ്യ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൾ വേറൊരു പേഴ്സണാലിറ്റി. അപ്പം ഡിഫറെൻറ്റ്. ആദ്യം ഒരു ആണായിരുന്നു, പിന്നെ ഒരു പെണ്ണായി. ബാധയായിരുന്നു. മൾട്ടിപ്പിൾ സോൾസാന്ന് പറയും. എക്സ്ട്രാ എന്തോ ഒരു സോളിൻ്റെ പ്രസൻസാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ അബോട്ട് ചെയ്താലോ എന്ന് ഒരു പേരൻ്റ് ചിന്തിക്കുന്ന സമയത്ത് ഉള്ളിൽ കിടക്കുന്ന ജീവനടക്കുന്ന പെടയാണ്. എന്നെ കൊല്ലുവോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അബോട്ട് ചെയ്യാം. പറഞ്ഞപ്പോൾ തന്നെ ഈ വയറ്റിനകത്ത് കുട്ടി കിടന്ന് ഇങ്ങനെ കിടന്ന് എന്തോ ഒരു അവർക്കൊരു നെഗറ്റീവ് വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഈ എത്രാമത്തെ മാസം മുതലാണ് കുട്ടിക്ക് ഇതൊക്കെ ഗർഭശിശുവിന് ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നത്? കുട്ടിയെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ആക്സസ്. സ്നേഹത്തോടെ തടവിക്കൊണ്ട് വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ ആ കുട്ടി ഇതേപോലെ ഓട്ടിസ്റ്റിക്. അപ്പം ധാരാളം ചികിത്സകളും കാര്യങ്ങളും ചെയ്തു. പക്ഷേ ആ കുട്ടിക്ക് ഒരു പേന ഹോൾഡ് ചെയ്യാൻ പോലും പറ്റുന്നു. അതാണ് അവസ്ഥ. അപ്പം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ എന്ത് ചെയ്യാൻ അപ്പം അമ്മ ആ തെറാപ്പി പഠിച്ചു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റം അതാണ്. എനിക്കൊരു 1 മന്ത് ഒരിക്കലും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പം അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് അങ്ങനെ കാണും. ഓക്കെ അത് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ കൂടി അല്ല, ഈ ബാഡ് എക്സ്പീരിയൻസുകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ ചില ആളുകൾക്ക് അത് ആവശ്യമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സമയത്ത് മനസ്സിലെടുത്ത ഒരു തീരുമാനമാണ്, ഇനി ഒരിക്കലും പണമില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടക്കേണ്ടി വരരുത്. ശരി. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആളുകൾ, എനിക്കറിയാം ഇന്നാൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞാൽ അയാളുടെ പട്ടിണി മാറ്റാൻ എനിക്ക് പറ്റണം. ഞാൻ എടുത്തിരുന്നു. അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു 2-3 ദിവസത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ എനിക്കുണ്ടായ ഒരു സാധനമാണ്. അത് ഞാൻ മറന്നുപോയാൽ എൻ്റെ ഈ തീരുമാനങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കേണ്ടി വരില്ലേ? അല്ല, അങ്ങനെയല്ല. അതിനെ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. അങ്ങക്ക് ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു അനുഭവം തന്നതാണ്. ഇതിൻ്റെ അതിനൊരു വാല്യൂ, അതായത് പണത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ വാല്യൂ അങ്ങക്ക് മനസ്സിലാക്കി തന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ്. അതൊരിക്കലും ബാഡ് എക്സ്പീരിയൻസ് അല്ല, അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്ന് അങ്ങ് മെനഞ്ഞെടുത്ത നല്ല നല്ല സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് അങ്ങക്ക് ബാക്കിയുള്ള നല്ല ആൾക്കാർക്ക് വേണ്ടി അങ്ങ് ഡെവലപ്പ് ചെയ്ത അങ്ങയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ പ്രണയം നശിക്കുകയാണെന്ന് വെക്കുക. ഇപ്പം 2 വർഷം ഒരാളുമായി റിലേഷൻഷിപ്പിലായിരുന്നു. അതിനുശേഷം ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് അയാളുടെ പിന്നാലെ പോകുമ്പോൾ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലല്ലോ, നല്ല എക്സ്പീരിയൻസ് അല്ലേ. ഇനി ആരെയും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും നാളെ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ എക്സ്പീരിയൻസ് അല്ലേ അത്? അല്ല, അതിനകത്ത് ഞാൻ പറയാം, എക്സ്പീരിയൻസ് ആ വ്യക്തിയാണല്ലോ തീരുമാനിക്കുന്നത് ബെറ്റർ ആണോ ബാഡാണോ എന്നുള്ളത്. നല്ലതാണോ ചീത്തയാണോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? ആ വ്യക്തിയാണ്. അതെ. നമ്മൾ നോട്ടത്തിൽ ഇപ്പോൾ എൻ്റെ നല്ല കുറേ കാര്യങ്ങൾ അങ്ങേക്ക് ചീത്തയായിരിക്കും, അങ്ങയുടെ നല്ല കുറേ കാര്യങ്ങൾ എനിക്ക് ചീത്തയായിരിക്കും. മനസ്സിലായോ? ഇപ്പം ആ വ്യക്തിയാ പറയുന്നത് എനിക്ക് വേണ്ട. മനസ്സിലായോ? അപ്പം ആ വ്യക്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ തെറാപ്പി ചെയ്യുന്നത്? ശരി, ആവശ്യമില്ലല്ലോ. ആ വ്യക്തിക്ക് അതിനെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കി തരണം ചെയ്ത് പുതിയൊരു ജീവിതത്തിലേക്ക് സ്വയം കടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേണ്ട തെറാപ്പി വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ വന്ന് കാണാൻ സമയം കളയേണ്ട കാര്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനെല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതിന് വേറൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറിൻ്റെയോ ആവശ്യമില്ല. പക്ഷെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊരു വിദഗ്ധൻ്റെ സഹായം എടുക്കുന്നത് നല്ലതാണ്. കാരണം പല ആൾക്കാരും ഈ പറയുന്ന ഈ സമൂഹത്തിൽ നിറക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു ബാഡ് ഇംപ്രഷൻ അബൌട്ട് കൗൺസിലിംഗ് ഉണ്ടല്ലോ. അത് കാരണം പല ആൾക്കാരും മുന്നോട്ട് വരാതെ ഇപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് വിശ്വാസമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ചേട്ടാ, പല ആളുകൾക്ക് അവരുടെ മനസ്സിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ അവരുടെ പല പ്രശ്നങ്ങളും തീരും. അതിനുള്ളൊരു വേദിയൊക്കെ ആക്കി ഒരു കൗൺസിലറെയൊക്കെ കാണാൻ പറ്റിയാൽ പോലും പകുതി പ്രശ്നങ്ങൾ ഉറപ്പായും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. പല ആളുകളും അത് മടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു സിനേറിയോ നിലനിൽക്കുന്നുണ്ടാണ്. ഒരു കൗൺസിലറെ കാണാൻ അപ്പോഴേ അയാൾ സൈക്കാട്രിസ്റ്റിനെ സജസ്റ്റ് ചെയ്യുന്നു, മരുന്ന്, ബാക്കി കാര്യങ്ങൾ. സൈക്കാട്രിസ്റ്റ് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തീർന്നു. ഇത് സമൂഹം പറഞ്ഞാൽ അവൻ ഭ്രാന്തനായി. ഇപ്പോൾ അടുത്ത്
പൈങ്കിളി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഇതിവൃത്തം ഇതാണ്, അയാൾ ചില കാരണങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടി 10 ദിവസം ഒരു ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്നു, പിന്നെ പുറത്തിറങ്ങി വരുമ്പോൾ സമൂഹം മുഴുവൻ അവനെ ഭ്രാന്തനായി കാണുന്നതുമാണ് ആ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. അപ്പം സമൂഹത്തിൽ അങ്ങനെ ഒരു ചിന്ത കിടക്കുന്നതുകൊണ്ടാണ് പലരും നിങ്ങൾ ഈ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരാതെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ ആ ബാക്ക് മീഡിയയുടെ ഒരു യാത്രക്കിടയിൽ ഒരുപാട് ഹീലേഴ്സ്, സൈക്കോളജിസ്റ്റ് ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പല ആളുകളും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ വിളിക്കും. ശരി, ആരാണ് നല്ലത്? അപ്പം ഞാൻ ആലോചിച്ചു, ദൈവം ഈ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ ഈ നമുക്കിടയിലേക്ക് വന്ന ഈ ഗസ്റ്റുകളെയൊക്കെ കാണാൻ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും പലരും കണ്ട്. ഇപ്പം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും, കൂടുതലും മോശമാണെങ്കിലാണ് പലരും വിളിച്ച് പറയാം ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്കത് വർക്കായില്ല. നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ ഗസ്റ്റിനോട് പറയും, സാറേ ഇതുപോലെ ഇന്നാൾ വിളിച്ചിരുന്നു, ഇതുപോലെയാണ്, അതെന്താണെന്ന് നോക്കണേ എന്ന് പറയാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു ആലോചിക്കുന്നുണ്ട്, ഈ നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളം പ്രശ്നമുള്ള ആളുകളോ എന്തായിരിക്കും? പണ്ടൊക്കെ ഇപ്പോൾ സൂര്യചേട്ടൻ ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും, അന്ന് തുടങ്ങിയ സമയത്തേക്കാൾ ഇപ്പോൾ ആളുകൾ പ്രശ്നങ്ങളുമായി വരുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. എന്തായിരിക്കും എൻ്റെ കാരണം? പല സാഹചര്യങ്ങൾ, അതായത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, അവരുടെ ഡെയിലി അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മാറി, അവരുടെ ശീലങ്ങൾ മാറി, പല പല കാരണങ്ങളുണ്ട്. പിന്നെ ആൾക്കാർ വളരെ അംബീഷ്യസ് ആണ്. പിന്നെ ഓൾറെഡി അവരെവിടെ നിന്നാണ് ജനിച്ചത്? അച്ഛനും അമ്മയിൽ നിന്നാണല്ലോ ജനിച്ചത്. അപ്പം അച്ഛനും അമ്മയും 19 വയസ്സും പുറകിലുള്ള ആൾക്കാർ അവരുടെ ചില പ്രശ്നങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് ജനിച്ചിരിക്കുന്നത്, ഇല്ലേ? പിന്നെ ഇവിടെ വന്ന് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വീട്ടിലും ചുറ്റുപാടുകളിലെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഇവർ ഏകദേശം ഒരു 7-8 വയസ്സ് വരെ ഈ സബ് കോൺഷ്യസ് വളരെ ആക്റ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഫിൽറ്ററിങ്ങും ഇല്ലാതെ സ്റ്റോർ ചെയ്യപ്പെടും, ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നതെല്ലാം അതേപോലെ എടുത്ത് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇവർക്ക് നല്ല ഏതാ ശരി ഏതാണ് സ്റ്റോർ ചെയ്യേണ്ടത് ഏതാണ് കളയേണ്ടതെന്നൊന്നും അവർക്കറിയില്ലല്ലോ. അത് പിന്നീട് അവരുടെ മുമ്പോട്ടുള്ള ജീവിതം വരുമ്പോഴായിരിക്കും ഇതിനെ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ധാരാളം കേസുകൾ എനിക്ക് കണ്ടിട്ടുണ്ട്. ഒരു പൊതുവേ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള തെറ്റായ വികാരങ്ങൾ കുട്ടികളെ വളരെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈവൻ അവരൊരു എന്താ പറയുന്നത്, ഒരു കുട്ടിയെ ജനിപ്പിക്കാനായിട്ട് അച്ഛനും അമ്മയും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്ലാനിങ്ങും ഇല്ല. പല ആൾക്കാരും നമ്മുടെ അടുത്ത് പ്രശ്നങ്ങളായിട്ട് വന്നു അത് എങ്ങനെയോ സംഭവിച്ചു പോയി. ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു 2 വർഷം കഴിഞ്ഞ് മതിയെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നായത്. പിന്നെ ആയില്ല, എന്നാൽ ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നിയത് വേണ്ട, അബോർട്ട് ചെയ്താലോ. മനസ്സിലാവുന്നുണ്ടോ? ആ ചിന്ത പോലും അവരെ ബാധിക്കും. ആ ചിന്ത ബാധിക്കുന്നുണ്ട്. ആ അബോർട്ട് ചെയ്താലോ എന്ന് ഒരു പേരൻറ്റ് ചിന്തിക്കുന്ന സമയത്ത് ഉള്ളിൽ കിടക്കുന്ന ജീവനടക്കിടന്ന് പെടയാണ്. എന്നെ കൊല്ലുവോ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായോ? ഭാവിയിൽ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഡെവലപ്പ് ചെയ്ത് വരും. ഇതിലെ കാരണം എവിടെ കിടക്കുന്നത്? അമ്മ എന്നെ കൊല്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ അച്ഛൻ എന്നെ കൊല്ലാതിരിക്കുന്ന അവർക്ക് തോന്നിയ ചെറിയൊരു ചിന്തയാണ്. അതിൽ നിന്ന് അകത്ത് കിടക്കുന്ന ഇൻ്റലിജൻ്റ് എനർജിയാണല്ലോ കുട്ടി എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് ഞാൻ ഒരു അമ്മ എന്നോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഹസ്ബൻഡ് വന്നിട്ട് എന്നോട് ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം ഒരു 1 year ആയില്ല, അതിന് മുമ്പ് അടുത്ത കുട്ടിയായി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അബോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനെ പറഞ്ഞപ്പോൾ തന്നെ ഈ വയറ്റിനകത്ത് കുട്ടി കിടന്ന് എന്തോ അവർക്കൊരു നെഗറ്റീവ് വൈബ്രേഷൻ ഫീൽ ചെയ്തത്. ഈ എത്രാമത്തെ മാസം മുതലാണ് കുട്ടിക്ക് ഇതൊക്കെ ഗർഭശിശുവിന് ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ മനസ്സിലായിരിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്, അമ്മയുടെ വയറ്റിൽ ഈ ജനിക്കുന്ന സമയം മുതൽ തന്നെ ഇത് ഇൻ്റലിജൻ്റ് എനർജി, ബീജവും അണ്ടവും സംയോജിക്കുന്ന സമയം ഇൻ്റലിജൻ്റ് എനർജിയാണിത്. മനസ്സിലായോ? അതിൻ്റെ ശരീരം അധികം വളർന്ന് വികസിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനും അറിയാനുമുള്ള കഴിവൊക്കെ എൻ്റെ അകത്തുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഈ അടുത്ത് ഞാനൊരു ലേഡി ഒരു വാർത്താ സംബന്ധിയായിട്ട് എന്നെ കാണാൻ വന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇവർക്കൊരു റിലേഷൻഷിപ്പിൽ ഇവർ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ മാരീഡാണ്, വേറെ ഫാമിലി ഉണ്ട്. അങ്ങനെ ഈ കുട്ടിയുമായിട്ടൊക്കെ നടന്നിട്ട് അവസാനം ഈ പെൺകുട്ടിയെ വേറൊരു ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ഡോക്ടർക്ക് ഇയാൾ 5 ലക്ഷം രൂപ എന്തോ ഓഫർ ചെയ്തിട്ട് ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും. ശരി. ഈ പെൺകുട്ടി ഇതറിഞ്ഞില്ല. പെൺകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഒക്കെ കാര്യം മനസ്സിലായി, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഡോക്ടർക്ക് കൂടുതൽ പണം ഓഫർ ചെയ്തിട്ട്, ഈ ലേഡി കൂടുതൽ പണം ഓഫർ ചെയ്തിട്ട് ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറുടെ എത്തിക്സ് അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഇത് കേസാണ്, കേസിൽ ഡോക്ടർ പ്രതിയുമാണ്, ഡോക്ടർ മൊഴിയും കൊടുത്തിട്ടുള്ളതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കി, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാതെ ഇത് പറയുന്നത്. അതിനുശേഷം ഈ ഡോക്ടർ ചെയ്തത് ഈ പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് ഇത് അബോർട്ട് ചെയ്തുവെന്നും
ഇത് പുറത്തെടുത്ത് വന്നു, ഇയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവർ രണ്ടുപേരുടെ നിന്ന് ഡോക്ടർ പണം വാങ്ങിയെന്നാണ് രണ്ടുപേരുടെ പൈസ മേടിച്ചു. ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഈ പെൺകുട്ടി ആ കുട്ടിക്ക് പിന്നീട് ജന്മം നൽകി. ആ കുട്ടി ഇപ്പോൾ അവരുടെ കൂടെയുണ്ട്. ഇവർ തമ്മിലുള്ള ലീഗൽ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് ഈ പെൺകുട്ടിയുടെ മറ്റൊരു സുഹൃത്തിൻ്റെ പേരൊക്കെ ചേർത്തിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ ചെറിയൊരു ചിന്ത പോലും ഈ കുട്ടിയുടെ മനസ്സിനെ ബാധിക്കുമെങ്കിൽ ഇത്തരം പ്രവൃത്തികളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? മാനസികാവസ്ഥ വളരെ പ്രശ്നമായിരിക്കും. അതെനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മൾ ഹിപ്നോതെറാപ്പി ചെയ്ത സമയത്താണ് എനിക്കിത് മനസ്സിലായത്. നമ്മൾ ആദ്യം ഈ സൈക്കോളജി പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കത്ര അറിയില്ലല്ലോ. അപ്പം നമ്മൾ തെറാപ്പി പഠിച്ച് ഇവരെ ഓരോ ഏജിലേക്കും ഏജ് റിഗ്രഷൻ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് പ്രകാരം പുറമോട്ട് കൊണ്ടുപോയി അമ്മയുടെ ഉദരത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നപ്പം ഇവരുടെ പ്രോബ്ലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അന്നേരമാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ട്, കുട്ടികൾ ഇങ്ങനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൻ്റെ കാരണം ഇവിടെ വെച്ചാണ് നമുക്ക് മനസ്സിലായതെല്ലാം ഈ തെറാപ്പി കൂടിയാണ് നമുക്ക് മനസ്സിലായത്. സംഭവം അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ പേരൻസിനോടും പറയാനുള്ളത്, നിങ്ങളൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമുണ്ടെങ്കിൽ പരസ്പരം രണ്ടുപേരുടെ ഹെൽത്ത് നോക്കണം, അമ്മയുടെ മാനസികാവസ്ഥ നോക്കണം. അമ്മയുടെ വയറ്റിലാണല്ലോ ജനിക്കുന്നത്. അമ്മയുടെ മാനസികാവസ്ഥ നോക്കണം. അമ്മ കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ, ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യരുത്. നിങ്ങൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം. ഇല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ജീവിതം. അതെ അങ്ങനെ അത് ഞാൻ പറഞ്ഞത് കൂടുതൽ ആൾക്കാരിലേക്ക് അവയർനെസ് എത്തേണ്ടതാണ് ഈ ഒരു വിഷയം. ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ചോദിക്കുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും അടി, എപ്പോൾ നോക്കിയാലും ഇവർ തമ്മിൽ വഴക്ക്, ഇവർ ഡിവോഴ്സ് ആവണമെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷേ 2 മാസം കഴിയുമ്പോൾ കാണാം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ കുട്ടിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ സൂര്യചേട്ടൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചിന്ത. സംഭവിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. അതെ, അങ്ങനെയാണല്ലോ. ഇവരെത്ര അടിപിടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും നിമിഷത്തിൽ ചിലപ്പോൾ അന്നേരം ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റ് പിന്നെ അടിയായിരിക്കും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചെറുപ്പം മുതലേ അകത്ത് കിടക്കുന്ന കുട്ടി എന്താ ഫീൽ ചെയ്യുന്നത്? ഈ അടിപിടിയും വഴക്കും പ്രശ്നങ്ങളും. അപ്പോൾ ഇന്ന് കാണുന്ന പലരുടെയും മാനസികാവസ്ഥയുടെ പ്രശ്നം ഈ ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ. മിക്ക കാരണങ്ങളും, എല്ലാ കാരണമൊന്നുമല്ല, മിക്ക കാരണങ്ങളും കിടക്കുന്നത് അവിടെയാണ്. ഓക്കെ. സോ ചേട്ടാ, ഈ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണ്ടുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പം ഉദാഹരണം, ഓട്ടിസം ബാധിച്ച കുട്ടികൾ. അപ്പോൾ ഇവരുടെ പേരൻസ് അതിഭീകരമായി സങ്കടപ്പെടുന്നവരായിരിക്കും. അവരുടെ കുട്ടിയാണ്, ഈ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഈ കുട്ടിക്കുണ്ട്. ഇത്തരം കുട്ടികളുടെ കൺസൾട്ടിങ് വന്നിട്ടുണ്ട്. അവരോടൊക്കെ എങ്ങനെ, ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മൾ എടുക്കുക? അവിടെ ഈ ചേട്ടൻ്റെ എനർജി ഹീലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വർക്കൗട്ട് ആവണമെന്നില്ലല്ലോ. എനർജി ഹീലിംഗ് വർക്കൗട്ട് ആവും. നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്ന പല തെറാപ്പികളും വർക്കൗട്ട് ആവത്തില്ല. കാരണം കുട്ടികൾ ഒന്നിൽ അവിടെ അടങ്ങിയിരിക്കണം, ഒന്നിൽ തെറാപ്പിക്ക് ഒന്ന് കടന്നു വരും, എന്തെങ്കിലും ഒന്ന് ചെയ്യണോ. ചില ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും പഠിക്കുന്നത്, ചിലർ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാവും, അവർക്ക് ഒന്ന് നേരെ ഇരിക്കാൻ പറ്റാത്ത കുട്ടികളാവും, സംസാരിക്കാൻ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കാം, പല പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രധാനപ്പെട്ട നല്ല പവർഫുൾ തെറാപ്പീസ് ഉണ്ട്. ഞാൻ പഠിപ്പിക്കും. ഇപ്പോൾ ആക്സസ് ബാർ തെറാപ്പി എന്നൊരു തെറാപ്പി, ഞാൻ ട്രെയിനറാണ്, ഞാനത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ തെറാപ്പി നമ്മൾ എന്ത് ചെയ്യും, ഈ അമ്മമാർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഓക്കെ. കാരണം കുട്ടിയെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് ആക്സസ് ബാർ. സ്നേഹത്തോടെ തടവിക്കൊണ്ട് വേണമെങ്കിലും അത് ചെയ്യാം. അതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു മുൻകരുതൽ ആവശ്യമില്ല. ഇതിനകത്തൊരു എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ വേണം, ക്ലയൻറ്റ് അങ്ങനെയാണ്, ഇങ്ങനെയാവണം, ഇങ്ങനെയുള്ള ഒരു മുൻകരുതലും വേണ്ട. ജസ്റ്റ് വെറുതെ റിലാക്സ് ചെയ്ത് കിടക്കുക, തലയിലെ ചില പോയിന്റ്സിലൊക്കെ ടച്ച് ചെയ്യുക, ചില നിർദ്ദേശങ്ങൾ പോസിറ്റീവായിട്ട് സൈലൻ്റായിട്ടാണ് കൊടുക്കുന്നത്, റിലാക്സ് ചെയ്ത് അവർ കടന്നു തുടങ്ങിക്കോളൂ. ആ സമയത്ത് അമ്മയ്ക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അവരിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ അടുത്തൊരു എക്സാമ്പിളുണ്ട്, ഒരു പവർഫുൾ എക്സാമ്പിളാണ്, എൻ്റെ ഫീഡ്ബാക്കാണ്, ഞാൻ അങ്ങനെ കേൾപ്പിക്കാം. ഓക്കെ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു അതിൻ്റെ അവരുടെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ അത് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഞാൻ ആ മാഡത്തോട് ചോദിക്കട്ടെ, അവർ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഐഡന്റിറ്റി ഒന്നും വേണ്ട, ഓഡിയോ ക്ലിപ്പ് തരാം. ഐഡന്റിറ്റി ഒന്നും നമ്മൾ പറയത്തില്ല, ആടെ ഐഡന്റിറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പം ആ അമ്മയുടെ ഇതേപോലെ തന്നെ ഒരു കുട്ടി, ഒരു മോനാണ്. അപ്പോൾ ആ കുട്ടി ഇതേപോലെ ഓട്ടിസ്റ്റിക്കാണ്. അപ്പം ധാരാളം ചികിത്സകളും കാര്യങ്ങളും ചെയ്തു. സോക്കോൾഡ് നമുക്കറിയാവുന്ന തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്തു. പക്ഷേ ആ കുട്ടിക്ക് ഒരു പേന ഹോൾഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു, തൽക്കാലം മോനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക, ഇത് നമുക്ക് എത്രത്തോളം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അവർക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത്, ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, എൻ്റെ കാലശേഷം ഇവൻ എങ്ങനെയായിരിക്കും. അതാണ് എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എന്നോട് വന്നിട്ട് അവർ സോക്കോളിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ശരിയാവാതെ വന്നപ്പോഴാണ് അവരെന്ത് ചെയ്ത്
ഓൾട്ടർനേറ്റീവ് ടെക്നിക്സിലേക്ക് വന്നത്. അങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പം എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ തെറാപ്പി സജസ്റ്റ് ചെയ്യണം. എനിക്ക് മനസ്സിലായി കുട്ടിയെ കിടത്തി ചെയ്യാൻ പറ്റില്ല, കാരണം അവൻ അങ്ങനെ ഇരുന്ന് തരുന്ന ഒരാളല്ല. അപ്പം അമ്മ ആ തെറാപ്പി പഠിച്ചിട്ട് അവർ ഈ മോൻ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും അമ്മ തെറാപ്പി ചെയ്ത് കൊടുത്ത് ഇപ്പം സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഏതാണ്ട് എനിക്കൊരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ അവരിൽ നല്ല മാറ്റം. ആക്സസ് ബാർ തെറാപ്പിയാണ് ചെയ്തത്. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ ഹോൾഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആ കേസിൽ അവൻ പേന പിടിക്കാൻ തുടങ്ങി. അവൻ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ എല്ലാം വായിക്കാനും പഠിക്കാനും തുടങ്ങി. ഇതെല്ലാം കൃത്യമായിട്ട് എഴുതി. പിന്നെ അഡീഷൻസ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം ഡിവിഷൻ, ഇതെല്ലാം അവൻ പഠിച്ചു. ഇപ്പോൾ അവന് ഓരോന്നും എന്നെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അവർ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 മുതൽ 5 വരെയുള്ള എനിക്ക് കാണിച്ചു തന്നു. ഇതെല്ലാം അവൻ കൃത്യമായിട്ട് അവൻ ചെയ്ത് അവർ അമ്മയ്ക്ക് വളരെ സന്തോഷം. അവർ അമ്മയോട് പറയുന്നത് ഒരിക്കലും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അത്രയും നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. ഞാനത് അങ്ങനെ കാണിക്കാം. ഓക്കെ അത് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ കൂടി അത് കാണിക്കാം. ചേട്ടാ, ഞാൻ ഈ കൊല്ലത്ത് പണ്ട് ഞാൻ കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സുഹൃത്ത് വഴി പരിചയപ്പെട്ട ഒരു കുടുംബം, ഒരു ഗുജറാത്തികൾ അവിടെ കൊല്ലത്ത് കച്ചവടത്തിനായിട്ട് വന്ന് പാരമ്പര്യമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. അവിടെ ഒരു പയ്യൻ, അന്ന് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് 23-24 വയസ്സുണ്ട്. ഞാൻ പരിചയപ്പെട്ട ഒരു 3-4 വർഷം മുമ്പുള്ള കഥ. ഈ കുട്ടി ഓട്ടിസ്റ്റിക്കാണ്, സംസാരിക്കില്ല, മലമൂത്ര വിസർജനം പോലും പോകുന്നത് ഈ കുട്ടിക്ക് അറിയില്ല. പക്ഷേ നന്നായി ഡ്രസ്സ് ചെയ്ത് ഒരു സ്റ്റേജിൽ കൊണ്ടുവരുത്തി ഒരു മൈക്ക് എടുത്ത് കയ്യിൽ കൊടുത്താൽ പുള്ളി പല ഭാഷകളിലെ പാട്ടുകൾ പാടും കൃത്യം. ശരി, എങ്ങനെയായിട്ട് അത് സംഭവിക്കുന്നത്? ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ നോക്കിയിരുന്നത്. കച്ചേരിയൊക്കെ ചെയ്യുന്നു, പല പരിപാടിക്കൊക്കെ ഒരുപാട് നേരമൊന്നും പറ്റില്ല, കാരണം ഇയാളുടെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 3-4 പാട്ടുകളൊക്കെ പുള്ളി മൈക്ക് കൊടുത്ത് മ്യൂസിക് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പുള്ളി പാടും, വരികൾ ഓർത്തിരുന്ന് പാടും. മനസ്സിലായി. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് നമുക്കാർക്കും ഇല്ലാത്ത ചില പ്രത്യേക കഴിവുകൾ ഇവർക്കുണ്ട്. ഇപ്പം നമുക്ക് എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ പ്രസംഗിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ ഇവർക്ക് വേറെ ചില കഴിവുകൾ, എക്സ്ട്രാ ചില കഴിവുകൾ ഇവർക്കുണ്ടാവും. ഇവരുടെ ചിലപ്പം പറഞ്ഞാൽ എക്സ്ട്രാ സെൻസസ് വർക്ക് ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇവർ ചില കാര്യങ്ങൾ ഡോമിനൻ്റ് ആയിരിക്കും. ചില കഴിവുകൾ, എല്ലാ കഴിവും കാണത്തില്ല. ഇപ്പോൾ പാട്ട് പാടുന്നതിലായിരിക്കും ചിലപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. അവരുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ചിലപ്പോൾ ആ പാട്ട് പാടുമ്പോഴായിരിക്കും. അപ്പോൾ അവർ ആ പാട്ട് പാടുന്ന ഒരു സ്റ്റേജ് കിട്ടുമ്പോഴത്തേക്ക് അവർ പോലും അറിയാതെ അവരിലെ ശരിക്കും ആ കഴിവ് അങ്ങ് ഡെവലപ്പ് ചെയ്യും. അവർ പോലും അറിയുന്നില്ല. ഇങ്ങനൊരു പയ്യൻ മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ട്, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ പാട്ട് പാടി കഴിഞ്ഞ് അവൻ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നെ വേറെ ആളായി. അവൻ പിന്നെ അവൻ്റെ പഴയ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഇന്ത്യൻ സിനിമയിൽ വിക്രം കാണിക്കുന്ന ആ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അത് വേറെ പേഴ്സണാലിറ്റി ഉണ്ട്. അതെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മളാരും വിചാരിക്കാത്ത തലത്തിലുള്ള നിഗൂഢതകളുണ്ട്. നിഗൂഢതയുടെ ഒരു കൂടാരമാണ് മനുഷ്യ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അന്യൻ കേസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 4 പേഴ്സണാലിറ്റിയുടെ ആൾ മാറി. ഞാൻ ഈ തെറാപ്പി ചെയ്ത സമയത്ത് തെറാപ്പിയുടെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ പുറമോട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് മാറി ഭയങ്കരമായിട്ടൊക്കെ സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൾ വേറൊരു പേഴ്സണാലിറ്റി മാറി. അപ്പം ഡിഫറെൻറ്റ്, ആദ്യം ഒരു ആണായിരുന്നു, പിന്നെ ഒരു പെണ്ണായി. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യക്തി ഒരു മെയിലാണ്. അപ്പം ഇങ്ങനെ മാറിക്കൊണ്ട് വരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളിപ്പം സോക്കോളിൽ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ സൈക്കോളജി പഠിച്ച ചില തെറാപ്പികളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്ന് നിൽക്കുന്ന സാധാരണ ഒരു സൈക്കോളജിസ്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ ഇറങ്ങി ഓടിയും ചോദിച്ചാൽ മതി. മനസ്സിലാവുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ധാരാളം മറ്റുള്ള തെറാപ്പികൾ പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടി അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാധ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തരുടെ ലാംഗ്വേജ് ഓരോ പേരിട്ട് വിളിക്കാം. അതിന് ചിലർ പറയും ബാധയാന്ന് പറയും, ചിലർ പ്രേതമാണെന്ന് പറയും, ചിലർ പറയും മൾട്ടിപ്പിൾ സോൾസാന്ന് പറയും, ചില ആൾക്കാർ പറയും അവൻ്റെ ഉള്ളിലെ കഥ, അവൻ മെനഞ്ഞു വെച്ചിരിക്കുന്ന കഥകളാണെന്ന് പറയും. ഇതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കത് പല രീതിയിൽ തോന്നിയിട്ടുണ്ട്. കഥകളായിട്ട് ചില കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചില കേസുകളിൽ അതൊരു ഈ പറയുന്ന എക്സ്ട്രാ എന്തോ ഒരു സോളിൻ്റെ പ്രസൻസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? പക്ഷെ എന്ത് തന്നെയായാലും ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഈ ബാധയാണ്, ഞാൻ ആൾക്ക് മനസ്സിലാവാൻ ആ വാക്ക് ഉപയോഗിക്കും. ബാധയാണെങ്കിൽ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുക? അത് ആ വ്യക്തിയുടെ കോൺഷ്യസ് മൈൻഡിൽ ഇതില്ലല്ലോ, സബ് കോൺഷ്യസ് സ്റ്റേറ്റിലാണല്ലോ ഇത് കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ?